الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പലതരത്തിലുള്ള ജോലികളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാറുണ്ട്. അഥവാ നമ്മെ പലരും അങ്ങനെ ഏൽപ്പിക്കാറുണ്ട്. അതുപോലെ നമ്മൾ മറ്റു പലരെയും നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാറുമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ, അത് നമ്മളാണെങ്കിലും നമ്മൾ ഏൽപ്പിക്കുന്ന മറ്റാളുകളാണെങ്കിലും, അവർ ആ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ അവരിൽ ഉണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ സംഗതി പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നുണ്ട്. അതിലൊന്ന് അൽ ഖുവ്വത്തു അഥവാ ശേഷിയാണ്, എബിലിറ്റിയാണ്. മറ്റേത് അൽ അമാന, ഹോണസ്റ്റി അഥവാ വിശ്വസ്തത. ഈ 2 സംഗതികളും ഒരാളിലുണ്ടെങ്കിൽ അയാൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ അയാൾക്ക് സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ, 2 സംഭവങ്ങൾ ആ വിഷയത്തിലേക്ക് വ്യക്തമായി വെളിച്ചം വീശുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ
ബിൽഖീസിന്റെ സിംഹാസനം ആര് കൊണ്ടുവരും എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. അയ്യുക്കും യഅ്തീനി ബി അർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ബിൽഖീസും അവരുടെ പരിവാരങ്ങളുമെല്ലാം മുസ്ലിങ്ങളായി കീഴ്പ്പെട്ട് വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ആര് എന്റെ മുന്നിൽ എത്തിക്കും എന്നുള്ള ചോദ്യത്തിന് ഖാല ഇഫരീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. അങ്ങയുടെ ആ ഇരിപ്പിടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്ന് ജിന്നുകളിൽപ്പെട്ട മല്ലനായ ഒരുത്തൻ പറഞ്ഞു എന്ന് ഖുർആൻ അവിടെ പറയുകയാണ്. ഞാനത് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനെനിക്ക് ശേഷിയുണ്ട്. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഞാനതിന് ഖുവ്വത്തുള്ള ആളാണ്, അമാനത്തുള്ള ആളാണ്, എനിക്കതിന്റെ എബിലിറ്റി ഉണ്ട്, അത് വിശ്വസ്തയോടുകൂടി എത്തിക്കുവാനുള്ള കഴിവും വിശ്വസ്തതയും എനിക്കുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. മറ്റൊരു സംഭവം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കൊക്കെ അറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ എത്തിപ്പെടുന്ന ആ ഒരു വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ഘട്ടം, ആരും ഒരു തുണയായി സഹായത്തിനില്ലാത്ത ഘട്ടത്തിൽ 2 പെൺകുട്ടികൾക്ക് അവരുടെ ആടുകളെ വളരെ നേരത്തെ വെള്ളം കുടിപ്പിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുത്ത് അള്ളാഹു എന്ത് അനുഗ്രഹം ചെയ്തു കിട്ടുമോ എന്ന് തേടി മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും സൂറത്തുൽ ഖസസിൽ വിശേഷിച്ചു. അങ്ങനെ ആ മക്കൾ അവരുടെ പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് എന്തുകൊണ്ട് നേരത്തെ വന്നു എന്ന് ന്യായം പറഞ്ഞപ്പോൾ ആ വാപ്പയുടെ ആവശ്യപ്രകാരം ആ ചെറുപ്പക്കാരനെ അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഖാലത്ത് ഇഹ്ദാഹുമാ, ആ 2 പെൺകുട്ടികളിൽ ഒരുത്തി പറഞ്ഞു, യാ അബത്തി, പൊന്നു പിതാവേ, വാപ്പ, ഇസ്തഅ്ജിറുഹു, ഈ മനുഷ്യനെ നിങ്ങൾ കൂലി നിശ്ചയിച്ച് താങ്കളുടെ ഒരു സേവകനാക്കി, ഒരു ജോലിക്കാരനാക്കി നിശ്ചയിക്കണം. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. കാരണം അയാൾക്കതിനുള്ള ഖുവ്വത്തുണ്ട്, അമാനത്തുണ്ട്. ഈ 2 വിശേഷണങ്ങളുള്ള നല്ല ഒരു ജോലിക്കാരനാണ്, ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുവാൻ അർഹനാണ് അയാൾ എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഖുർആൻ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ 26-ാമത്തെ ആയത്ത്, അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഷേഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു പോയിന്റ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഫഇന്നഹു ജമഅൽ ഖുവ്വത വൽ അമാന. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വാചകമായി ഖുർആൻ എടുത്തുദ്ധരിച്ചത്, അദ്ദേഹത്തിന് ഖുവ്വത്തും അമാനത്തുമുണ്ട്, കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവുണ്ട്, അതേപോലെ തന്നെ വിശ്വസ്തനാണ്, അയാൾ പറ്റിക്കുകയില്ല, ചതിക്കുകയില്ല. വഖൈറു അജീരിൻ, ഏതൊരു തൊഴിലാളിയും ഏതൊരു കൂലിക്കാരനും അയാൾ ഏറ്റവും നല്ലതാകുന്നത് എപ്പോഴാണ്? വസ്തുഅ്ജിറ മൻ ജമഅഹുമാ ഐ അൽ ഖുവ്വത വൽ അമാന. ഈ 2 ക്വാളിറ്റികളും ഒരാളിൽ സമന്വയിക്കുമ്പോഴാണ് അയാൾ ഏറ്റവും നല്ല തൊഴിലാളിയായി മാറുന്നത്, നല്ല കൂലിക്കാരനായി മാറുന്നത്. അലാ മസ്തുഅ്ജിറ അലൈഹി, താൻ ഏതൊരു കാര്യത്തിനാണോ കൂലി നിശ്ചയിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്, തൊഴിലേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ വിഷയത്തിൽ അയാൾ കഴിവുള്ളവനും വിശ്വസ്തനുമാണ് എങ്കിൽ വൽ അമാനത്തു ഫീഹി ബിഅദ്മിൽ ഖിയാന, കഴിവ് മാത്രമല്ല അതേപോലെ തന്നെ വഞ്ചനയോ ചതിയോ ഇല്ലാത്ത വിശ്വസ്തനുമാണ് അയാളെങ്കിൽ വഹാദാനിൽ വസ്ഫാനി യംബഗി ഇഅ്തിബാറുഹുമാ ഫീ കുല്ലി മൻ യതവല്ല ലിന്നാസി ലിൽ ഇൻസാനി അമല. മനുഷ്യന്മാർക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ഏതെങ്കിലും ഒരു ദൗത്യം, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ 2 ക്വാളിറ്റികളാണ് ഇത്. അതേപോലെ ആ ഒരു കാര്യം നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ ഏത് രംഗത്തും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നു, ആ സ്ഥാപനത്തിലേക്ക് നല്ല ഒരാളെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പലതരത്തിലുള്ള അനുകൂലമായ ഘടകങ്ങളാണ് അവിടേക്ക് കടന്നു വരാറുള്ളത്. പലരുടെയും ശുപാർശകൾ വരും, ചിലപ്പോൾ അവരുമായി വേറെ പല കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകും. ഉമ്മയുടെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ വാപ്പയുടെ അനുജന്റെ സഹോദരനാണ്, ഇങ്ങനെ പല വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ മക്കളാണ്, കൂട്ടുകാരാണ്, കുടുംബക്കാരാണ് എന്നൊക്കെയുള്ള പേരിൽ അവരങ്ങനെ വന്ന് നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അവരെ അങ്ങ് അപ്പോയിന്റ്മെന്റ് ചെയ്താൽ സ്വാഭാവികമായും ആ സ്ഥാപനം നശിക്കുന്നുവെങ്കിൽ അത് പൂട്ടാൻ കാരണം നമ്മൾ വേറെ എവിടെയും തെരഞ്ഞു നോക്കേണ്ടതില്ല.
ഞാൻ പറഞ്ഞത് ബന്ധുക്കളെ ആരെയും സ്ഥാപനത്തിൽ വെക്കണ്ട എന്നല്ല, അവർക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഖുവ്വത്തും അമാനത്തും, ആ ജോലി ചെയ്യാൻ അയാൾ പ്രാപ്തനാണോ? അതേപോലെ തന്നെ അതിൽ ഉഴപ്പാത്ത അല്ലെങ്കിൽ വഞ്ചന കാണിക്കാത്ത, ചതിയില്ലാത്ത വിശ്വസ്തനാണോ? ഈ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തിലും ഒരാളെ നിശ്ചയിക്കാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യും. ഫഇന്നൽ ഖലല ലാ യകൂനു ഇല്ലാ ബിഫഖദിഹിമ. ഏതൊരു കാര്യത്തിലും തകർച്ചയും അപാകതയും സംഭവിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിലാണ്, അത് നഷ്ടപ്പെടുമ്പോഴാണ്. ഔ ഫഖദി അഹദി ഇഹദാഹുമ. രണ്ടുമില്ല എന്നല്ല, ചിലപ്പോൾ ഒന്നുണ്ടെങ്കിലും രണ്ടും ഉണ്ടാകേണ്ടതാണ്. ഏതെങ്കിലും ഒന്നുണ്ടായാൽ പോരാ. വഅമ്മാ ബിജ്തിമാഇഹിമ. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നിശ്ചയിക്കുന്ന ഒരാളിൽ, നമ്മളൊരു ജോലിക്ക് വേണ്ടി വിളിക്കുന്ന ഒരാളിൽ, നമ്മുടെ ഒരു തൊഴിലാളിയിൽ, നമ്മളൊരു സ്ഥാനത്ത് അവരോധിക്കുന്ന ഒരു നേതൃത്വത്തിന് ഈ രണ്ട് ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ ഫഇന്നൽ അമല യതിമ്മു വയക്മുൽ. അയാളുടെ ദൗത്യം ഭംഗിയാക്കി പൂർത്തീകരിച്ച് നിർവഹിക്കുവാൻ സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, ഒരു സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലേക്ക് ഒരാളെ നിശ്ചയിക്കുമ്പോഴൊക്കെ പാലിക്കേണ്ട, ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ്, ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞത്. എന്നാൽ ചിലരുടെ സ്വന്തം തന്നെ ചിലർക്കുള്ള പരാതിയുണ്ട്, അതേപോലെ വേറെ ചിലരെ കുറിച്ചുള്ള പരാതിയുണ്ട്. ഭംഗിയായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, പല ഡ്യൂട്ടികളും ജോലികളും ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല. പ്രായാധിക്യമോ ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പിരിമുറുക്കങ്ങളോ ഒക്കെ ഇതിന്റെ കാരണങ്ങളാകാം. എന്നാൽ ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ വളരെ വൃത്തിയായി ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്താ എന്നറിയില്ല എന്ന് സ്വന്തത്തെക്കുറിച്ച് പരാതി പറയാറുണ്ട്. അതേപോലെ തന്റെ കീഴിലുള്ള ജോലിക്കാരെ സംബന്ധിച്ച്, ആളുകളെ സംബന്ധിച്ച് പരാതികളും പരിഭവങ്ങളും പറയാറുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ പരിശോധിക്കണം, ചികിത്സിക്കണം. മാനസിക പിരിമുറുക്കങ്ങളാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തണം. ആരോഗ്യം സംരക്ഷിക്കണമെന്നത് ഇസ്ലാമികമായി നമ്മളോടുള്ള ഒരു ബാധ്യതയാണ്. അള്ളാഹ് തന്നെ പഠിപ്പിച്ച സംഗതിയാണ്. എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹർ റുസുലു ഖുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നിങ്ങൾ ഏറ്റവും നല്ലത് ഭക്ഷിക്കണം. യാ അയ്യുഹർ റുസുൽ, അല്ലയോ പ്രവാചകന്മാരെ, അള്ളാഹുവിന്റെ മുർസലീങ്ങളെ, ദൂതന്മാരെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയാൻ, ഖുലൂ മിനത് ത്വയ്യിബാത്, ഏറ്റവും നല്ലത് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യണം. അഥവാ നല്ലതാണ് നമ്മൾ ഭക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ അധ്വാനത്തിന്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു സ്വാധീനവും പോസിറ്റീവായ ഒരു എനർജിയും അതിലൂടെ ഉണ്ടാകുമെന്ന്. അല്ലദീ ബിഹി യസ്ലുഹുൽ ഖൽബു വൽ ബദൻ. നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, അതായത് ഹലാലായ ഭക്ഷണം, പ്രോട്ടീനുള്ള ആരോഗ്യദായകമായ ഭക്ഷണം, ഹെൽത്തി ഫുഡ്, അത് നമ്മുടെ ഹൃദയത്തെയും അതേപോലെ ശരീരത്തെയും നന്നാക്കും. വദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നന്നാകുന്ന. അപ്പൊ അതുകൊണ്ട് ആരോഗ്യകാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എക്സർസൈസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയുണ്ടാക്കണം. ജീവിത ശൈലികൾ, ഹാനികരമായ എന്തെങ്കിലും ദുശ്ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. എന്നാൽ ഇതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇതിനപ്പുറത്ത് ആത്മീയമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്വാസികൾ എന്നുള്ള നിലയിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, ദുആ. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കം കൂടാതെ പറഞ്ഞിരുന്ന, റബ്ബിനോട് ചോദിച്ചിരുന്ന ചില തേട്ടങ്ങളാണ് ദുആകളിൽ നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ശേഷിയില്ലായ്മയിൽ നിന്ന്, കഴിവില്ലായ്മയിൽ നിന്ന്, അതേപോലെ കഴിവുണ്ടായിട്ടും ചെയ്യാനുള്ള മടി, അലസത, ഈ രണ്ട് അപകടങ്ങളിൽ നിന്ന് പടച്ച റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ പരിശോധിച്ചാൽ ഇതേപോലെ ആവർത്തിച്ച് വരുന്ന ദിക്റുകൾ, ദുആകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജോലി എന്നല്ല, ഏത് കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യാൻ, നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പടച്ച റബ്ബിന്റെ തൗഫീഖ് വളരെ പ്രധാനമാണ്. അതിന് ദുആ അനിവാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ദഅവത്തുമായി ഫറോവയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാല റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എല്ലാ കാര്യങ്ങളും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ് പടച്ച റബ്ബിനോട്. അതിൽ പ്രത്യേകം പറഞ്ഞു വയസ്സിർ ലീ അംരി, എന്റെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണേ.
അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ ആയാസം കിട്ടാൻ, എളുപ്പം കിട്ടാൻ, അത് വളരെ വൃത്തിയായി ഭംഗിയായി ചെയ്യാൻ പടച്ചറബിന്റെ തൗഫീക്ക് വേണം. അതുകൊണ്ട് ഓരോ രാവിലെയും ഓരോ വൈകുന്നേരത്തും പടച്ചറബിനോട് ചോദിക്കേണ്ട സംഗതിയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, രക്ഷ ചോദിക്കുന്നു എന്നത്. അതേപോലെ തന്നെ അദ്കാറുകൾ, ദിക്ർ ദുആകൾ, ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് പുറമെ നമ്മൾ ചൊല്ലാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള അദ്കാറുകൾ, രാവിലെയും വൈകുന്നേരവും ഒക്കെ അദ്കാറുസ് സ്വബാഹി വൽ മസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതേപോലെ നിസ്കാരശേഷം നമ്മളോട് പറയാൻ നിർദ്ദേശിച്ചിട്ടുള്ള ദുആകളുണ്ട്. ഉറങ്ങാൻ നേരത്ത് നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ പ്രത്യേകമായ ദിക്റുകളും ആയത്തുകളും ഒക്കെയുണ്ട്. ഇത്തരം അദ്കാറുകൾ കൊണ്ട് നിരവധി നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ 70ലധികം ഫവായിദുകൾ എണ്ണി പറയുന്നുണ്ട്. നമ്മൾ ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. അതിൽ 61ാമത്തെ നേട്ടമായി അദ്ദേഹം പ്രത്യേകം കോട്ട് ചെയ്യുന്നത്, എടുത്തു പറയുന്നത് അന്ന ദിക്റ യുഅതി ദാകിറ ഖുവ്വ. ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ, സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട, പ്രാർത്ഥിക്കേണ്ട അദ്കാറുകൾ നിരവധിയുണ്ട്. അത് ശീലമാക്കുന്ന ഒരാൾക്ക് ആ ദിക്റിലൂടെ ഒരു ഖുവ്വത്ത്, ഒരു എനർജി, ഒരു ശക്തി പ്രത്യേകം ലഭിക്കുമെന്നതാണ്. ഹത്താ ഇന്നഹു ലയഫ്അലു മഅ ദിക്രി മാ ലം യുളന്ന ഫിഅലുഹു ബിദൂനി. ആ ദിക്റില്ലാതെ അയാൾ ചെയ്താൽ ചെയ്യാൻ കഴിയുമെന്ന് അയാൾക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ദിക്റിന്റെ അകമ്പടിയോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ ഈസിയായി, ആയാസത്തോടുകൂടി അയാൾക്കത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. കേവലം പറഞ്ഞു പോവുകയല്ല, ന്യായങ്ങളും തെളിവുകളും വെച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അതിൽ. എന്നിട്ട് സ്വന്തം ഗുരുനാഥനായ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ അദ്ദേഹം നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യം ഒരു സാക്ഷ്യമായി അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി. വഖദ് ഷാഹദ്തു മിൻ ഖുവ്വതി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഫീ സുനനിഹി വകലാമിഹി വഇഖദാമിഹി വകിതാബിഹി അംറൻ അജീബ. അത്ഭുതകരമായ കാര്യം എന്റെ ഗുരുനാഥൻ, എന്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ ചര്യകളിൽ, അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ, അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് താല്പര്യത്തോടുകൂടി മുന്നിട്ട് വരുന്ന കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ രചനകളിൽ, കിതാബുകളിൽ എല്ലാം അതിശക്തമായ അത്ഭുതകരമായ സംഗതി എനിക്ക് കാണുവാൻ സാധിച്ചു. ഫകാന യക്തുബു ഫിൽ യൗമി മിനത് തസ്നീഫ്. ഒരു ദിവസം അദ്ദേഹം എഴുതുന്ന ഗ്രന്ഥങ്ങൾ, രചനകൾ, മാ യക്തുബുഹു നാസിഖു ഫീ ജുംഅത്തിൻ വഅക്തർ. ഒരു ദിവസം അദ്ദേഹം എഴുതി തീർത്തത് പകർത്തിയെഴുതാൻ, ഇന്നത്തെ പ്രിന്റിംഗ് സംവിധാനത്തിന് പകരം അന്നത്തെ കാലഘട്ടത്തിൽ നല്ല കൈപ്പടയിൽ എഴുതാൻ കഴിയുന്ന ആളുകൾ, നല്ല എഴുത്തുകാർ, വേഗത്തിൽ എഴുതാൻ കഴിയുന്ന ആളുകൾ, അവരെ കൊണ്ട് എഴുതി അതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ, അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിക്കലായിരുന്നു. ഇങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം എഴുതുന്നത് പകർത്തി എഴുതാൻ ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരാഴ്ചയിലധികം വേണ്ടി വന്നിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ വക്തിൽ, സമയത്തിൽ, ആയുസ്സിൽ, പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു നൽകിയ ബർക്കത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തെളിവെന്നോണം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾക്ക് നമുക്ക് പ്രത്യേകമായ ഒരു എനർജി, ഒരു പോസിറ്റീവായ എനർജി നൽകാൻ, കഴിവും ഉന്മേഷവും നൽകാൻ സാധിക്കുമെന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് തെളിവായി ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ വിഷമതകളും പ്രയാസങ്ങളും പറഞ്ഞ് ഒരു വേലക്കാരനെ ആവശ്യപ്പെട്ട സംഭവം നമുക്ക് പലപ്പോഴും അറിയുന്ന സംഗതിയാണ്. ശക്കത്ത് ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്വഹന വറഹ. മാവ് പൊടിക്കുകയും ധാന്യം പൊടിക്കുകയും മാവ് കുഴക്കുകയും ഒക്കെ ചെയ്ത, ആട്ടുകല്ല് ഉപയോഗിച്ച് കൈ തഴമ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ വാപ്പ വിചാരിച്ചാൽ എനിക്കൊരു സേവകനെ, ഒരു ഖാദിമിനെ, വേലക്കാരനെ തരാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിയാൻ വേണ്ടി അന്വേഷിച്ച് അവരുടെ അടുക്കലേക്ക് പോയി.
അപ്പോ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാ. നിങ്ങൾ രണ്ടുപേരും, അഥവാ അലിയും ഭാര്യ ആയിഷ ഫാത്തിമയും റളിയല്ലാഹു അൻഹുമ, അവരാവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇദാ അഖദ്തുമാ മലാജിഅകുമാ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫകബ്ബിറല്ലാഹ 34, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം. അതേപോലെ തന്നെ അൽഹംദുലില്ലാ 33 പ്രാവശ്യം പറയണം. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറയണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33, 33, 34. ഇങ്ങനെ 100 തവണ ഈ ദിക്റുകൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വേലക്കാരനെയും ആവശ്യമില്ലാത്ത വിധം അതിനേക്കാൾ ഉത്തമമായ ഒരു സംഗതി എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇന്ന ദാലിക ഖൈറുൻ ലകുമാ മിമ്മാ സഅൽതുമാ, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഉത്തമമാണ് ഇത് എന്ന് മാത്രമല്ല, മിൻ ഖാദിം, ഒരു വേലക്കാരൻ നിങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ ഖൈർ ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്ത ഹദീസ് അവിടെ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരിയിൽ കാണുവാൻ സാധിക്കും, ഫമാ തറക്തുഹാ ബഅദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിന് ശേഷം ഇങ്ങനെ ഈ ദിക്റുകൾ പറയാതെ ഞാൻ ഉറങ്ങാറില്ല. അപ്പോ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒറ്റ ദിവസവും നിങ്ങൾ അത് ഒഴിവാക്കാറില്ലേ? ഇല്ല. എങ്കിൽ വലാ ലൈലത സിഫീൻ, വളരെ ഭീതിതമായ, വളരെയധികം മാനസിക സംഘർഷങ്ങൾ ആർക്കും ഉണ്ടാക്കുന്ന സിഫീൻ യുദ്ധം നടന്നില്ലേ, ആ ഏറ്റുമുട്ടലിന്റെ, ആ സിഫീനിന്റെ സന്ദർഭത്തിലും ആ രാത്രിയിലും താങ്കൾ ഈ ദിക്റുകൾ പറഞ്ഞിരുന്നോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രിയും ഞാൻ ഈ അദ്കാറുകൾ പറയാൻ മറന്നില്ല എന്ന്. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടി അവർ ഉൾക്കൊണ്ടു. അവർക്കതിലൂടെ വലിയ ഒരു തൗഫീഖ് ഉണ്ടായി എന്നാണ് സൂചിപ്പിച്ചത്. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആ പറഞ്ഞ പോയിന്റിലേക്ക് തെളിവായി എടുത്തു കൊടുക്കുകയും ചെയ്തത്. അതേപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല എന്ന് പറയുന്ന ആ ദിക്റിന്റെ മഹത്വം നിരവധി റിവായത്തുകൾ, നിരവധി അസറുകൾ ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. അതിലൊന്ന് ഹമലത്തുൽ അർഷ്, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കാൻ വേണ്ടി അള്ളാഹു മലായിക്കത്തുകളോട് പറഞ്ഞപ്പോൾ ആ മലക്കുകൾ ഭയപ്പാടോട് ഭീതിയോടുകൂടി അള്ളാഹുവിനോട് ചോദിച്ചു അത്രേ, അള്ളാഹുവേ, നിന്റെ അത്യുന്നതമായ ആ സിംഹാസനം ഞങ്ങൾ എങ്ങനെ വഹിക്കാനാണ്, ഞങ്ങൾ അതിന് അശക്തരാണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന ഈ ദിക്ർ നിങ്ങൾ പറയുക. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഫലമ്മാ ഖാലൂ ഹമലൂ, അവർക്കത് ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ സാധിച്ചു എന്നാണ്. അപ്പൊ പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്യാൻ, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും വിഷമതകളുമുള്ള ഒരു സംഗതി പരിഹരിക്കാനൊക്കെ ഈ അദ്കാറുകളിലൂടെ സാധിക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറയുന്നുണ്ട്. വഹാദിഹിൽ കലിമതു ലഹാ തഅ്സീറുൻ അജീബ്, ഈ വചനങ്ങൾക്ക് അത്ഭുതകരമായ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. ഫീ മുആലജത്തിൽ അശ്ഗാലിസ് സ്വഅബ, പ്രയാസകരമായ ഭാരിച്ച ജോലികൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, ജോലികൾ ചെയ്യുന്നതിൽ, വതഹമ്മുലിൽ മശാഖ്, അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിനും, വദ്ദുഖൂലി അലൽ മുലൂകി വമൻ യഖാഫ്, രാജാക്കന്മാരെ പോലെ നമ്മൾ ഭയപ്പാടോടുകൂടി ചെല്ലുന്ന, കാണുമ്പോൾ നമുക്ക് ഭീതി തോന്നുന്ന ആളുകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാനും, നിങ്ങൾക്ക് പ്രത്യേകമായൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ, നിങ്ങൾക്കൊരു ധൈര്യവും സ്ഥൈര്യവും കിട്ടാൻ, വറുഖൂബിൽ അഹ്വാൽ, ഏത് പ്രതികൂലമായ ഭീകരമായ അവസ്ഥയെ തരണം ചെയ്യുവാനുമൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ദിക്റുകൾ നിങ്ങൾ പറയുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതിന് അതിശക്തമായ സ്വാധീനമുണ്ട് എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തന്നെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പല രചനകളും, പല കിതാബുകളും ലോകത്ത് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഫേമസ് ആയ കിതാബുകളുണ്ട്. അൽ വാസിത്തിയ, അൽ ഹമവിയ, അത്തദമുരിയ എന്നൊക്കെ പറയുന്ന കിതാബുകൾ. അതിൽ പലതിന്റെയും, ഈ പറഞ്ഞ കിതാബുകൾ അടക്കമുള്ള പലതും ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം എഴുതിയതാണ്. ഫത്വ തേടിക്കൊണ്ട്, ചോദിച്ചുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, വാസിത്തുകാർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുത്ത മറുപടി വാസിത്തിയ, ഹമവ് എന്ന പ്രദേശത്തിൽ നിന്നുള്ള ചോദ്യമാണെങ്കിൽ ഹമവിയ, അതേപോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ
അദ്ദേഹത്തിന്റെ ജീവചരിത്രം കുറിച്ച പല പണ്ഡിതന്മാരും എഴുതിയ സംഗതി, ചിലപ്പോൾ ആ ചോദ്യത്തിന് മറുപടി എഴുതാൻ വേണ്ടി അദ്ദേഹം പേനയും അതേപോലെ തന്നെ എഴുതാനുള്ള സജ്ജീകരണങ്ങളുമായി ഇരിക്കുമ്പോൾ ഒന്നുകിൽ ളുഹ്ർ നിസ്കരിച്ച് അസർ, ആ ളുഹ്ർ അസറിന്റെ ഇടയിൽ, അതല്ലെങ്കിൽ അസർ മഗ്രിബിന്റെ ഇടയിൽ, ആ കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം അത്രമാത്രം റഫറൻസുകൾക്ക് സാധ്യതയുള്ള, അതേപോലെ തന്നെ ആഴമേറിയ ഇൽമുകളും ചർച്ചകളുമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചത് എന്ന് വരുമ്പോൾ അള്ളാഹു ആ സമയത്തിലും അവരുടെ കർമ്മങ്ങളിലുമൊക്കെ നൽകിയ ബറക്കത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളും ചോദിക്കണം പടച്ച റബ്ബിനോട്. ചോദിച്ചാൽ തരാമെന്നുള്ള ഏറ്റതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈത, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാറ്റിലും അതിൽ നീ ബർക്കത്ത് ചൊരിയണേ. നമ്മുടെ ആരോഗ്യത്തിൽ, സമയത്തിൽ, സമ്പത്തിൽ, മക്കളിൽ, ജോലിയിൽ എന്ന് വേണ്ട എല്ലാറ്റിലും ഖൈറിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹ് ബർക്കത്ത് തരും, അല്ലാഹ് ഐശ്വര്യം തരും. അങ്ങനെയാണ് എങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. ചില ആളുകളെ പറ്റി നമ്മൾ പറയില്ലേ, നമുക്കുള്ളതുപോലെ തന്നെയല്ല അവർക്കും 24 മണിക്കൂർ, എന്നിട്ട് ഈ കാണുന്ന പണികളൊക്കെ അയാൾ എങ്ങനെ ചെയ്യുന്നു എന്ന് അത്ഭുതത്തോടു കൂടി നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾക്കോ 24 മണിക്കൂറിന് 48 മണിക്കൂറാണ് എങ്കിലും കാര്യമായ ഒന്നും ചെയ്യാതെ അലസന്മാരായി, മടിയന്മാരായി പോകുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഠിക്കുന്ന വിഷയത്തിലാകാം, ജോലിയുടെ വിഷയത്തിലാകാം, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിലാകാം, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ പ്രാർത്ഥന നമ്മൾ പഠിച്ച് മനസ്സറിഞ്ഞ റബ്ബിനോട് ചോദിക്കേണ്ട സംഗതിയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നത് നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് വലിയ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കി നിരന്തരം ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ദൗർബല്യങ്ങൾക്ക്, ദുർബലതകൾക്ക് കാരണമാകും. അതേപോലെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷയായും അത്തരം ദൗർബല്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് ഖുർആനിന്റെ ആയത്തുദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. فَإِن تَوَلَّوْا فَاعْلَمْ أَنَّمَا يُرِيدُ اللَّهُ أَن يُصِيبَهُم بِبَعْضِ ذُنُوبِهِمْ. അവർ നന്മകൾ സ്വീകരിച്ച് നന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്മാറിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അവർക്ക് അവർ ചെയ്ത തെറ്റുകളുടെ, തിന്മകളുടെ, പാപങ്ങളുടെ ചില ഭാഗങ്ങൾ ആസ്വദിപ്പിക്കാൻ, അനുഭവിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതായത് അദ്ദുനൂബു തുളഇഫുൽ ഖുലൂബ വൽ അബ്ദാൻ, ശരീരത്തെയും മനസ്സിനെയും തളർത്തിക്കളയുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമാ അന്ന ത്വആത്ത് തുഖവ്വി അൽ ഖുലൂബ വൽ അബ്ദാൻ, അള്ളാഹുവിന് വഴിപ്പെട്ട് നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എനർജി നൽകുമെങ്കിൽ, ഊർജം നൽകുമെങ്കിൽ, തിന്മകൾ അതിന് വിരുദ്ധമായ ദൗർബല്യങ്ങളും ക്ഷീണവുമായിരിക്കും സമ്മാനിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിൻ മജ്ലിസിൻ ഹത്താ യദ്ഉവ ബിഹാഉലാഇ ദഅവാത് ലി അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഏത് സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ വളരെ വിരളമായിട്ട് ഈ കാര്യം പറയാതെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടിയും തന്റെ അസ്ഹാബിങ്ങൾക്ക്, അനുചരന്മാർക്ക് വേണ്ടിയും ഈ ദുആ വചനങ്ങൾ പറയുമായിരുന്നു. അതിൽ എന്താണ്? കുറെ ഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ വ അബ്സാരിനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ കണ്ണുകൾ, അതേപോലെ തന്നെ കേൾവി, കാതുകൾ, ഇവയെല്ലാം അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, നന്മകളിൽ വിനിയോഗിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. വഖുവ്വത്തിനാ, ഞങ്ങളുടെ ശക്തിയും, നീ ഞങ്ങൾക്ക് പലതും ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവ്
നല്ല രീതിയിൽ അനുഭവിക്കുവാനും നന്മയിൽ വിനിയോഗിക്കുവാനും നീ തൗഫീക്ക് നൽകണേ. മാ അഹ്യൈതന, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്നിടത്തോളം കാലം, നീ ഞങ്ങൾക്ക് എത്ര ആയുസ് നൽകുന്നുവോ ആ ആയുസിന്റെ അവസാനവും. സുബ്ഹാനല്ലാഹ്, ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ ഓർക്കാറുണ്ട്, 90ഉം 95ഉം ഒക്കെ വയസ്സായിട്ടുണ്ടെങ്കിലും ചെറുപ്പക്കാരെ പോലെ അധ്വാനിക്കുവാനും കർമ്മനിരതരാകുവാനും അവർക്ക് തൗഫീക്ക് ലഭിക്കും. അതേസമയം 30-40 വയസ്സാകുമ്പോഴേക്കും പല അസുഖങ്ങളുടെ പേരിൽ അല്ലാതെ തന്നെ മടിയന്മാരും അലസന്മാരുമായി വേറെ ചില ആളുകളെയും നമ്മൾ കാണുന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഈ ദുആകളുടെ പ്രത്യേകതയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹു ഞങ്ങൾക്കുള്ള കഴിവും ശക്തിയും അതേപോലെ തന്നെ കണ്ണും കാതുമെല്ലാം നന്മയിൽ വിനിയോഗിച്ച് സന്തോഷത്തോടുകൂടി അത് അനുഭവിക്കുവാനുള്ള തൗഫീക്ക് നൽകണമേ എന്നാണ്. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ അതിലൂടെ പറയുന്നതിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ്. വജഅൽ ഫഅറന അലാ മൻ ളലമന, പടച്ചവനെ ഞങ്ങൾക്ക് വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് അന്യായം ചെയ്യുന്ന അനീതി കാണിക്കുന്ന ആളുകളോട് മാത്രമായിരിക്കണം ഞങ്ങളുടെ മനസ്സിൽ ശത്രുത ഉണ്ടാകേണ്ടത്, അല്ലാത്തവരോട് ശത്രുതയില്ലാത്ത വിധം. വൻസുർന അലാ മൻ ആദാന, ഞങ്ങളോട് അന്യായവും അക്രമവും ചെയ്യുന്ന ആളുകൾക്കെതിരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിന, നീ ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുകളും അപകടങ്ങളും നിശ്ചയിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ദീനിൽ ആദർശത്തിൽ നീ അതാക്കരുതേ, ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾ നീ പരീക്ഷിക്കരുതേ. വലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന, പടച്ചവനെ ദുനിയാവ് ഞങ്ങളുടെ മുഖ്യ വിഷയമാക്കുകയും ഞങ്ങളുടെ അറിവിന്റെയും അന്വേഷണത്തിന്റെയും ആകെ എങ്ങനെ നമ്മൾ പൂച്ചയെ മേലേക്കിട്ടാലും പൂച്ച 4 കാലിൽ വന്ന് ചാടും എന്ന് പറഞ്ഞതുപോലെ എന്തു പറയുമ്പോഴും ദുനിയാവിന്റെ ലാഭനഷ്ടങ്ങൾ മാത്രം ചിന്തിക്കുന്ന, ദുനിയാവ് വലിയ വിഷയമായി പരലോകത്തെ മറന്നുപോകുന്ന ആ ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ. വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുന, ഞങ്ങളോട് കരുണയില്ലാത്ത ഞങ്ങളുടെ ദയാദാക്ഷിണ്യമില്ലാത്ത ഒരാളെയും ഞങ്ങൾക്ക് മേൽ ആധിപത്യവും അധികാരവും നൽകി നീ നിശ്ചയിക്കരുതേ. നമ്മുടെ അധികാരികളായി ഭരണാധികാരികളായൊക്കെ വരേണ്ടവർ ഞങ്ങളുടെ കരുണ കാണിക്കേണ്ടവരാകണേ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സദസ്സുകളിലും വെച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളും ഇത്തരം ദിക്ർ ദുആകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകി നമ്മുടെ അലസതയും മടിയും ഒക്കെ മാറ്റി നന്മയിൽ മുന്നേറുവാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ വാർത്തയായി ലോകം മുഴുക്കെ ഉറ്റുനോക്കുന്ന ഗസയിലെ ഫലസ്തീനിലെ സംഭവ വികാസങ്ങൾ നമ്മൾ കേവലം ഒരു ഖുതുബയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസംഗത്തിലോ കേട്ട് അങ്ങ് മറന്നു പോകുന്നതിനപ്പുറം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. അവിടെയുള്ള പിഞ്ചു പൈതലുകൾക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തയ്യാറാകുമ്പോൾ അതിനെ തടഞ്ഞു വെച്ച് അവർക്കെതിരെ തിട്ടൂരം നൽകുന്ന ക്രൂരമായ ഭീകരതയുടെ ഒരു ലോകം നമ്മൾ കാണുമ്പോൾ നമുക്ക് നിസ്സഹായതയോടുകൂടി പടച്ച റബ്ബിനോട് പറയാനും പ്രാർത്ഥിക്കുവാനേ നിർവാഹമുള്ളൂ. ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പട്ടിണികളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കൂട്ടത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന സഹോദരങ്ങൾ, വിവാഹം പ്രായമെത്തി എന്നിട്ടും വിവാഹം അന്വേഷിച്ചിട്ടും വിവാഹം ശരിയാകാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളുമായി കഴിയുന്ന ആളുകൾ, രോഗപ്രയാസങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സൊല്യൂഷനുകൾ, പരിഹാരങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.